നിക്ക്. നിന്റെ കയ്യിലെന്താ? നിക്ക്. ചോദിച്ച കേട്ടില്ലേ? എന്താ നീ ഒളിച്ചു പിടിച്ചിരിക്കുന്നേ? അവളുടെ കയ്യിൽ എന്താണെങ്കിലും നിങ്ങൾക്കെന്താ? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തരാൻ നിൽക്കുന്നേ? അതെന്താ മുത്തശ്ശി അങ്ങനെ പറയുന്നേ? ഈ വീടിനകത്ത് ഒരാൾ സാധനം മറച്ചു പിടിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഞങ്ങൾ അറിയണ്ടേ? ഓ, ഇനി എവിടെന്നെങ്കിലും കട്ടോണ്ട് വന്നതാണെങ്കിലോ? നിങ്ങൾ നിങ്ങളെ കാര്യം നോക്ക്. മോളെ, നീ ആത്തോട്ട് പോ. ഇവള് മറച്ചു വെച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാതെ ഞങ്ങൾ വിടില്ല. മര്യാദക്ക് നീ കാണിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കാം. അമ്മ ചോദിച്ചാ നീ കാണിക്കോ ഇല്ലയോന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. വിളിക്കണ്ട, ഞാൻ കാണിക്കാം. ഇതൊരു സാരിയാ. ഇതേതാ ഈ സാരി? അതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ നിന്നോടാ ചോദിച്ചത്. ഈ സാരി നിനക്ക് എവിടുന്നാ കിട്ടിയേ? അത് പറയടി. ആഷി, നിർത്ത്. മതി. മറച്ചു വെച്ചത് എന്താണെന്ന് കാണണമെന്ന് പറഞ്ഞു. അത് കാണിച്ചില്ലേ? ഇനി കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും വേണ്ട. ഇത് എവിടുന്ന് കിട്ടിയതായാലും നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു ഇല്ലാന്ന്? ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താ അത് മേടിച്ചോണ്ട് ഈ വീട്ടിലേക്ക് വന്നാ അതെങ്ങനെ ശരിയാവും? അഷി, ഈ സാരി കിരൺ തന്നതാ. ഓ, അപ്പോ നമ്മള് കരുതിയത് ശരിയാശി. എന്ത് ശരിയാണെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങളുടെ കൊച്ചുമോളും ആ കിരണും തമ്മിൽ നടത്തുന്ന പ്രേമനാടകത്തിന്റെ കാര്യം പറയുന്നേ. ദേ, മര്യാദക്ക് സംസാരിക്കണം. ദുർഗ നിന്റെ ചേച്ചിയാ, അത് മറക്കരുത്. പ്രായം കൊണ്ട് മൂത്തതായ മാത്രം ചേച്ചി ആവില്ല. പിന്നെ ചേച്ചിയാണെന്ന് ബഹുമാനം കിട്ടണമെങ്കിലേ ആ രീതിക്ക് നടക്കണം. അല്ലാതെ കണ്ടവന്മാരുടെ കയ്യിൽ നിന്ന് സാരി മേടിച്ച് കൂത്തടിച്ച് നടക്കുവല്ല വേണ്ടത്. അഷി, അല്ല, ഇവള് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളീ കാണിക്കുന്നതേ ഇവളുടെ അമ്മയുടെ സ്വഭാവ. അമ്മ വേലി ചാടിയ മകള് മതില് ചാടുവല്ലോ. നീ എന്തു പറഞ്ഞടി? മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി വേണ്ട, വേണ്ട മുത്തശ്ശി, മുത്തശ്ശി തോന്നിയാസം പറയുന്നു. വേണ്ട, ഇങ്ങനെ വന്നേ. ഇനി മേലാൽ ഇവളുടെ അമ്മയെ പറ്റി നീ എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നോളി ഞാനാ. വന്നേ, വേണ്ട, ഞാൻ പറയുന്നേക്ക മുത്തശ്ശി, വേണ്ട. അവളകത്തുണ്ട് സാർ, വരൂ. സാർ, ഇതാ ഞാൻ പറഞ്ഞ പെൺകുട്ടി. മാഡം, ഇവിടെ എനിക്കറിയാം. നീ പൂജയിലടി. ചോദിച്ചത് കേട്ടില്ലടി? അതെ മാഡം, ഇവളൊരു ഫ്രോഡാ. മാഡം, ഇവൾക്കെതിരെ ഒരുപാട് തട്ടിപ്പ് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് ഇവളെ അറിയില്ലെന്ന്. അതെ, പാവം എന്റെ മോൻ. കുറച്ച് സമയം കൊണ്ട് ഇവളീ വീട്ടിലുണ്ടാക്കിയ ടെൻഷൻ ചെറുതൊന്നും അല്ല സർ. ഇവളെ വെറുതെ വിടരുത്. മാഡം വിഷമിക്കണ്ട. ഇവളുമാരെ പോലുള്ളവർക്കൊന്നും നിയമത്തിന്റെ ഒരാനുകൂല്യങ്ങളും കിട്ടാൻ പാടില്ല. അത് ഞാൻ നോക്കിക്കോളാം.